15, 16 വാക്യം ഒന്ന് വായിക്കാമോ? അവൻ അല്പകാലം വേർവിട്ട് പോയത് അവനെ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അവൻ ഇന്ന് ദാസനല്ല, ദാസനും ഇത് പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃ സംബന്ധമായും എത്രയധികം. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവൻ എന്നെ പോലെ ചേർത്തുകൊള്ളുക. നമുക്കറിയാം, ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോ ഈ അധ്യായത്തിന്റെ പ്രധാന വ്യക്തി എന്ന് പറയുന്നത് 3 പേരാണെങ്കിലും ഓനസിമോസ് ആണ് ഇതിനകത്ത് തന്നെ കേന്ദ്രമാക്കിയാണ് ഈ പുസ്തകം എഴുതുന്നത്. തന്നെ മാത്രം കേന്ദ്രമാക്കി. അപ്പൊ ചോദിക്കും, എന്താ പാസ്റ്റർ തന്നെ മാത്രം കേന്ദ്രമാക്കി എഴുതുന്നത് നിങ്ങൾ ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്കതിന്റെ 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഹെഡിങ്: പൗലോസ് തടവിൽ കഴിയുമ്പോൾ ജനിപ്പിച്ച മകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനിപ്പിച്ച മകൻ എന്ന് പറയുന്നത് ആരെന്നറിയാമോ? ഓനസിമോസ്. തടവിലായിരിക്കുമ്പോ ഓനസിമോസിനെയാണ് താൻ സുവിശേഷ നിമിത്തം ജനിപ്പിച്ചത്. നമുക്കറിയാം, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ശത്രു ഏറ്റവും പ്രബലനാകുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ പൗലോസ് തടവിലായിരിക്കുമ്പോൾ തന്നെ ജനിപ്പിച്ച മകൻ എന്ന് പറയുമ്പോൾ സുവിശേഷമാണ് വ്യക്തികളെ ജനിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ നിത്യത്തിലേക്ക് നടത്തുവാനുള്ള ആ ഒരു ഉത്തേജനം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വചനം ഇപ്പൊ തടവുകാർ ഇഷ്ടം പോലെ നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിലെ ജയിലിനകത്തുണ്ട്, പല ജയിലുകളിലുമുണ്ട്. പക്ഷെ അവര് എന്താ ചെയ്യുന്നത്? അവർ രാവിലെ എണീക്കുന്നു, കഴിക്കുന്നു, കുടിക്കുന്നു, പിന്നെയും കിടന്ന് ഉറങ്ങുന്നു. ഇതൊക്കെയാണ് അവരെ ഏൽപ്പിച്ച ജോലികൾ. പക്ഷെ പൗലൂസ് അങ്ങനെയല്ല. പൗലൂസിനെ ജയിലിൽ നിന്ന് അല്ലെങ്കിൽ തടവറയിൽ നിന്ന് പുറത്തു വിട്ടു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുന്നത്? സുവിശേഷം പ്രസംഗിക്കും. തടവിന് അകത്തായി കഴിഞ്ഞാൽ പുറത്തു വീഴും. ഇത് രണ്ടും പൗലൂസിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നമ്മെ സംബന്ധിച്ച് ഒത്തിരി അവസരങ്ങൾ നമുക്ക് പാട്ട് എഴുതാനാണെങ്കിലും, പുസ്തകം വായിക്കാനാണെങ്കിലും, ബൈബിൾ വായിച്ചു പഠിക്കാനാണെങ്കിലും, ഒത്തിരി ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിക്കാനാണ് സമയമുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അതിലേക്കൊന്നും തിരിയുന്നില്ലെന്നാ സത്യം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ വചനത്തെക്കാളും പലപ്പോഴും നമ്മൾ പല കാര്യത്തിലേക്കും എന്ത് ചെയ്യുന്നു? സമയം സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ പൗലൂസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആമേൻ. ഈ ഓനസിമോസിനെ ജനിപ്പിച്ചത് തന്നെ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഒത്തിരി അപ്പനും അമ്മമാരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. മക്കളെ ജനിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടു, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തമിഴ്നാടോട്ട് അടുത്ത ബോർഡറാണ് വെള്ളറട. വെള്ളറട കണ്ടോ? വെള്ളറടയിൽ സ്വന്തം മകൻ MBBS പഠിച്ച് പൂർത്തീകരിച്ചു. അടുത്ത തലത്തിലേക്ക് അവൻ ഉയരാനുള്ള അവന്റെ ആ സമയത്തിലേക്ക് അവൻ ഇങ്ങനെ കടക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ വാർത്ത കേട്ടവരായിരിക്കും. പക്ഷെ അതിനകത്ത് ആ അമ്മ പറഞ്ഞിരിക്കുന്നത്, അവര് പെന്തക്കോസ്തുകാരാ. അവര് പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്: ഞാൻ എന്റെ മകന്റെ റൂമിൽ കയറിയിട്ട് 5 വർഷമായി ഞാൻ എന്റെ മകൻ താമസിക്കുന്ന മുറിക്കകത്ത് കയറിയിട്ട് ഞാൻ എന്നും പറയുന്നു, നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കാൾ ഒരിക്കലും വലുതല്ല. എല്ലാ അമ്മമാരും എല്ലാ അപ്പന്മാരും അവർ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴോ കോളേജിൽ പോയിട്ട് വരുമ്പോഴോ അവരെ ബാഗും ബുക്കും നിങ്ങൾ കൃത്യമായി പരിശോധിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഇന്നത്തെ തലമുറകൾ ആമേൻ ആത്മീയരെന്ന് പറഞ്ഞാലും അവർ പല നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാ. അവരുടെ റൂമിനകത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്ന് അവർക്ക് പോലും അറിയാത്ത ഒരു തലത്തിലേക്ക് വന്നിരിക്കുന്നു. ശ്രദ്ധിക്കൂ, വിദ്യാഭ്യാസം കൊണ്ട് ഈ ഭൂമിയിൽ ഒന്നും നേടാനില്ലെന്നല്ല, നേടാം. നല്ല ശമ്പളം കിട്ടും, നല്ല ജോലി കിട്ടും, ആമേൻ, ഒത്തിരി പണം സമ്പാദിക്കാം. പക്ഷേ ജന്മം കൊടുത്ത അപ്പനെ വെട്ടിക്കൊല്ലാൻ കത്തിയെടുത്ത് കയ്യിൽ കൊടുത്ത പിശാച്
ആ മുറിക്കകത്ത് കഴിഞ്ഞ 5 വർഷമായി അവൻ കുടിയിരിക്കുക. ഒരു ദിവസം കൊണ്ടല്ല തീരുമാനിച്ചത്, പല ദിവസം കൊണ്ട് അതിനകത്ത് ഇങ്ങനെ പുകഞ്ഞ് 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 ഒരു അഗ്നി പർവ്വതം പോലെ ഒരു ദിവസം എന്ത് ചെയ്തു, അത് പൊട്ടി. ഇതുപോലെ നിങ്ങൾക്ക് ആൺമക്കൾ ഉണ്ടാകാം, അവരെത്ര വലിയ ആളാകട്ടെ, അവരെ മുറിയിൽ കയറി അടിച്ചു വാരുന്നതും അവരെ ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കുന്നതും നോക്കുന്നതും ബാഗൊക്കെ ഒന്ന് നോക്കുന്നതൊക്കെ ഏറ്റവും നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇല്ല എന്നുണ്ടെങ്കിൽ ആമേൻ, കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ആമേൻ വടക്കേന്ത്യയിൽ ഒരു ഭാഗത്ത് നടന്നത്, 19 വയസ്സായ പെൺകുട്ടി അവളുടെ മുറിക്കകത്ത് തന്റെ മാതാവ് പ്രവേശിച്ചിട്ട് ഏകദേശം 8 വർഷമായി. അതിനകത്ത് വലിയൊരു രാജവെമ്പാല പാമ്പിനെ അവൾ വളർത്തിച്ച് ആമേൻ, അവളുടെ ഇഷ്ടം ഇതാണ്, അവൾക്ക് ആ പാമ്പിനെ വിവാഹം കഴിക്കണം. എന്തുണ്ട് വിശേഷം? കണ്ടോ, ഇങ്ങനെയുണ്ട്. അപ്പോ പിശാച് ശക്തനല്ലേ? വളരെ ശക്തനാണ് പിശാച്. ഒരു രാജവെമ്പാല പാമ്പിനെ അവൾക്ക് എന്ത് ചെയ്യണം? വിവാഹം കഴിക്കണം. 8 വർഷമായി ആ മാതാവ് ആ കുടുംബത്തിനകത്ത് ആ റൂമിനകത്ത് കയറുന്നില്ല. നോക്കൂ, ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ തലമുറയെ നിർത്തുവാൻ, അവരെ ആത്മീയത്തിൽ ഉറപ്പിക്കുവാൻ വേറെ ഒരു പഠനവുമല്ല, അവരെ വേദപുസ്തകം അവരെ പറഞ്ഞു മനസ്സിലാക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രിയിൽ ഒരു ഓനസിമോസിനെ കർത്താവിന് വേണ്ടി നേടാൻ പൗലൂസിന് തടവറയിൽ കിടക്കേണ്ടി വന്നു. കുറച്ചുകൂടെ ആഴത്തിലേക്ക് പറഞ്ഞാൽ അവൻ കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടതായി വന്നു. ആമേൻ. നല്ല വയസ്സ് ചെന്ന ഒരു വയസ്സനായി അകത്ത് തടവറയിൽ കിടക്കുമ്പോഴും തന്റെ ഹൃദയത്തിനകത്ത് ഊരിത്തിരിഞ്ഞു വന്ന അധ്യായമല്ല, ലേഖനമല്ല ഇത്. ആമേൻ. ഓരോ ലേഖനത്തിനും അതിൻ്റെതായ ആഴം പൗലൂസ് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഈടുറ്റ ലേഖനങ്ങളാണ്. ഈ 21 ലേഖനം എന്ന് പറയുമ്പോ ശക്തമേറിയ ലേഖനമാണ്. ഇതിനകത്ത് ഒരു വാക്ക് പോലും, കഴിഞ്ഞ ദിവസം ഒരു വിശ്വാസിയുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഞാന് പഴയ നിയമത്തെക്കാളും സുവിശേഷത്തെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് ഉറച്ചു നിൽക്കുന്ന ലേഖനങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിങ്ങൾ വായിക്കേണ്ടത് സങ്കീർത്തനങ്ങൾ വായിക്കേണ്ടെന്നല്ല, ആമേൻ, ചരിത്ര പുസ്തകങ്ങൾ വായിക്കേണ്ട എന്നല്ല, സുവിശേഷം വായിക്കേണ്ട എന്നല്ല. പക്ഷേ അതിനേക്കാൾ ഒരു വ്യക്തിയെ പിടിച്ചു നിർത്തുന്നത് ലേഖനങ്ങളാണ്. എത്ര ലേഖനമുണ്ടെന്ന് അറിയാമോ? 21 ലേഖനങ്ങൾ. ഈ ലേഖനങ്ങൾക്കകത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, ഭയങ്കര ആഴമാണ്. നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത, നമ്മുടെ ശരീരങ്ങൾ പോലും കോരിത്തെരിപ്പിക്കുന്ന നിലയിലുള്ള അത്ര ശക്തമേറിയ ആമേൻ ലേഖനങ്ങൾ പൗലൂസ് സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം ഇതാണ്. ആമേൻ, കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നത് കർത്താവിന്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ നിറവേറ്റുവാൻ വേണ്ടി. സ്തോത്രം. ആമേൻ. കഴിഞ്ഞ എനിക്കൊരു 4-5 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചത് കാര്യം ഇതാണ്. ഒരു പിതാവ് ആമേൻ തന്റെ മക്കളുടെ റൂമിൽ കയറി അവരുടെ ബാഗ്, പുസ്തകം എല്ലാം പരിശോധിക്കണം എന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ, ആമേൻ സ്തോത്രം, അതിനകത്ത് നിന്നുകൊണ്ട് ആമേൻ അന്ന് ആ പിറ്റേ ദിവസം ഞായറാഴ്ചയാ ചർച്ചിൽ വന്നിട്ട് ആ സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ, ഞാൻ എൻ്റെ മകന്റെ റൂമിൽ കയറി അവന്റെ ബാഗുകളും പുസ്തകങ്ങളും ഇരിക്കുന്ന അലമാര പരിശോധിച്ചപ്പോ താൻ പോലും ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. സ്തോത്രം. എന്തുകൊണ്ടാണ് തലമുറകൾ ആമേൻ സ്തോത്രം ഈ കാലഘട്ടത്തിലെ യൂട്യൂബിന്റെ പുറകെ പോണെന്ന് കേട്ട് കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു തെറ്റിലേക്ക് തലമുറകൾ പോകുമ്പോൾ അവരെ അതിൽ നിന്ന് ആമേൻ ശിക്ഷണം കൊടുത്ത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ മാതാവിനോ പിതാവിനോ എന്ത് വേണം? വചനം വേണം ഉള്ളിൽ. എങ്കിൽ മാത്രമേ വചനപ്രകാരം അവരെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഇന്ന് രാത്രി നമുക്ക് ആമേൻ താഴോട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോ 10ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പറയുന്നതാണ്, പൗലൂസ് തടവിൽ കഴിയുമ്പോൾ ജനിപ്പിച്ച മകൻ ആര് എന്ന് ചോദിച്ചാൽ ആമേൻ ആരാണ്? ഓനസിമോസ്. ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. ഓനസിമോസ് ആണ് പൗലൂസ് തടവിൽ കഴിഞ്ഞപ്പോൾ. അപ്പൊ ഏകദേശം ആ പൗലൂസിന് എത്ര വയസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ ചില വേദപണ്ഡിതന്മാർ പറയുന്നു പൗലൂസിന് 100 വയസ്സിന് പുറത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു.
ചിലര് പറയുന്നു പൗലൂസിന് 130 വയസ്സുണ്ടെന്ന് പറയുന്നു. ആമേൻ. എന്താകട്ടെ, പൗലൂസ് നല്ല വൃത്തനായ ശേഷമാണ് ഈ ലേഖനം തന്റെ കയ്യിൽ കൂടെ പുറത്തു വരുന്നത്. സ്തോത്രം. അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പറയുന്നു, പൗലൂസ് വളരെ വയസ്സായ ശേഷം എഴുതിയ ലേഖനം ആമേൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലമോൻ എഴുതിയ ലേഖനമാണ്. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മറന്നു പോകരുത്, ഏറ്റവും പ്രായം ആയ ശേഷം എഴുതിയ ലേഖനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരും. നിങ്ങൾ ഇങ്ങനെ എന്നെ നോയിക്കൊണ്ടിരിക്കരുത്, എഴുതി വെക്കണം. സ്തോത്രം. ആമേൻ. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത ലാസ്റ്റ് വരുമ്പോ 2 പരീക്ഷയല്ല വരുന്നത്, 3 പരീക്ഷ വരും. ഒന്ന് സർവേ, ന്യൂ ടെസ്റ്റ്മെന്റ് സർവേ. ഇതിനകത്ത് നിങ്ങൾ മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള അധ്യായങ്ങളിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് അറിയാമോ? എത്ര പുസ്തകമുണ്ട്? കേട്ടില്ല കർത്താസി? 27 പുസ്തകം. ഈ 27 പുസ്തകത്തിനകത്ത് നിന്ന് അതിന്റെ വർഷങ്ങളും കാലഘട്ടങ്ങളും ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ അതിനകത്ത് ഒരു ഭാരപ്പെടണ്ട. പ്രൈസലോ. അതിനു മുമ്പേ ഞാൻ എന്താ ഇടുന്നതെന്നുള്ളൊരു മോഡല് നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഒരു 3 മാസം കിടക്കെ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ 9-ാമത്തെ വാക്യത്തിലേക്ക് പറയുന്നു, പൗലൂസ് വളരെ വയസ്സായ ശേഷം എഴുതിയ ലേഖനം ഏത് എന്ന് ചോദിച്ചാൽ ഫിലമോൻ എഴുതിയ ലേഖനം. അതിന് 2-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ ഫിലമോനുള്ള ലേഖനം ഒരു സഹോദരനും കൂടിയാണ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് അപ്പോ? ജനിപ്പിച്ച മകൻ മാത്രമല്ല, അവൻ ആരാ? ഒരു സഹോദരൻ കൂടെ. വായിക്കാം 2-ാമത്തെ വാക്യം. ഫിലോമോൻ എന്ന് നിനക്കും സഹോദരിയായ അപ്പിയായിക്കും ഞങ്ങളുടെ സഹപടനായ അർക്കിപ്പാസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. അപ്പോ അവിടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി. അപ്പൊ നോക്കിയേ, ഈ സഹോദരൻ എന്ന് പറയുമ്പോ ഈ ഫിലമോന് തന്നെയാണ് അവിടെ ഉദ്ദേശിച്ച് പൗലൂസ് പറയുന്നത്. അപ്പോ കുറച്ചുകൂടെ ചന്തമാക്കി താൻ എഴുതുന്നു. നമുക്ക് ഒന്നുകൂടെ ആ വാക്യം കയറി നമുക്ക് വായിക്കാം. ഫിലിപ്പിയൻ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിച്ചേ. ഫിലിപ്പിയൻ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരാം. കുറച്ചുകൂടെ നമുക്ക് ആഴത്തിലേക്ക് പോകാം. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുകാരക്കാരനും സഹപഠനം നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യം എന്ന് എനിക്ക് തോന്നി. ഒന്നുകൂടെ വാക്യം കർത്താവ് വായിച്ചേ. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുകാരക്കാരനും സഹപഠനം നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യം എന്ന് എനിക്ക് തോന്നി. കണ്ടോ? ഇവിടെ വായിച്ച കേട്ടോ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഫിലിപ്പിൽ പറയുന്നതാ, എന്റെ സഹോദരനും കൂട്ടുവേലക്കാരൻ. അപ്പോ ആ വാക്കിൽ നമുക്ക് നോക്കാം. അപ്പോ ഇവിടെ ഫിലമോനിൽ കൊടുത്തിരിക്കുന്ന വാക്ക് എന്ന് പറയുമ്പോൾ സഹോദരൻ അഥവാ സഹോദരി എന്നവിടെ. എന്നിട്ട് അവിടെ നോക്കി അടുത്ത് പറയുന്നത്, ഞങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷക്കാരനുമായ. കണ്ടോ? അപ്പോ ശുശ്രൂഷക്കാരൻ എവിടെയാ? ബുദ്ധിമുട്ടില്. ഒരു ദൈവവൈദ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അഭിഷക്തന്റെ ബുദ്ധിമുട്ട് പറഞ്ഞല്ല അറിയേണ്ടത്, ഹൃദയത്തിൽ മനസ്സിലാക്കണം. ഇന്ന അഭിഷക്തന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന്. ഇവിടെ അതാണ് സംഭവിച്ചത്. ബുദ്ധിമുട്ടിൽ പൗലൂസിന്റെ. കുറച്ചുകൂടി നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കൊലോസ്യർക്ക് പൗലൂസ് എഴുതുമ്പോ അതിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കൊലോസ്യർ 4:17 ഒന്ന് വായിച്ചേ. അർഹിപ്പോസിനോട് കർത്താവ് ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറവിൻ. ഈ അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറയുവി. അപ്പൊ ഈ ഭാഗം നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. അപ്പോൾ തന്നെ ശുശ്രൂഷയുടെ ഭാഗത്തിലേക്ക് വരുമ്പോ നമ്മൾ നേരത്തെ കേട്ടതുപോലെ പൗലൂസിന്റെ
ആ വാർദ്ധക്യ സമയം, ഇപ്പൊ നമുക്കറിയാം വാർദ്ധക്യ സമയത്ത് ഏറ്റവും കൂടുതൽ ഫലം കായ്ക്കുന്ന അഭിഷക്തന്മാരെയും കാണാൻ കഴിയും, അഭിഷക്തമാരെയും കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും കൂടുതൽ വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കുന്ന നമ്മുടെ ജോസ് സാറിനെ നോക്കിക്കേ, അല്ലെങ്കിൽ നമ്മുടെ കെ ഒ തോമസ് സാറിനെ നോക്കിക്കേ, ഒത്തിരി അവർ ഇന്ന് കർത്താവിന് വേണ്ടി ഒത്തിരി ഫലം കായ്ക്കുന്നു. ആമേൻ. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ട്, അതായത് ഞാൻ പറയുന്നത് ഇന്നേക്കൊരു 30 വർഷം ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടം നോക്കിയാലും അന്നത്തെ വാർദ്ധക്യത്തിലായിരുന്ന എം പൗലൂസ് പാസ്റ്റർ തുടങ്ങി, ആമേൻ, നമ്മുടെ പി വി ആശാരി തുടങ്ങിയുള്ള കൊച്ചിൻ ഉപദേശി, ഇങ്ങനെ തുടങ്ങി ആമേൻ ഉള്ള അഭിഷക്തന്മാർ നോക്കിയാലും അവർ വാർദ്ധക്യത്തിൽ ഒത്തിരി ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? അവര് ഫലം കാച്ചവരാ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോ ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അനുകരിക്കാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് പൗലൂസിന്റെ വാർദ്ധക്യമാണ്. ഇന്ന് ഇതിനകത്ത് നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പ്രായത്തിലാണെങ്കിലും പക്വതയിലാണെങ്കിലും ഒരാൾ മാത്രമാണ് ഇപ്പൊ പ്രായം കുറഞ്ഞ ഒരാളുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആമേൻ. ഇന്നും നല്ല ഫലം കായ്ക്കുന്ന ഒരു പ്രായം കുറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ ആമേൻ ശരിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ ഇപ്പോഴാണ് സുപ്രസാദ കാലം. ഇതാണ് രക്ഷാദിവസം എന്ന് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നില്ലേ? അപ്പൊ നോക്കൂ, ഈ സമയത്താണ് ദൈവം നമ്മെ ചിലത് ഫലമേൽപ്പിക്കുന്നത്. ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ആമേൻ ഒരു വ്യക്തിയിൽ ഫലമേൽപ്പിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ആമേൻ അവസാന കാലഘട്ടങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരു ദൈവത്തിന് ചിലതൊക്കെ ചെയ്യാനുള്ള കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, ആ പ്രായത്തിലേക്ക് വരുമ്പോഴാണ് ദൈവം ചില അത്ഭുത ശുശ്രൂഷകൾ ചില വ്യക്തികളിൽ ഏൽപ്പിക്കുന്നത്. സ്വതന്ത്രം. നോക്കൂ, പീരിയാശേനെ പറ്റി പഠിക്കുമ്പോഴേ തന്റെ വാർദ്ധക്യ സമയത്ത് നെയ്യാറ്റിൻകര എന്ന സ്ഥലത്ത് വന്ന് താൻ ഭയങ്കര ശക്തമായി 1000 തിങ്ങിക്കൂടിയ മീറ്റിംഗ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. വാർദ്ധക്യത്തിൽ. ആമേൻ. ഓക്കെ, ദൈവത്തിന് ഒരു മനുഷ്യനെ ഉപയോഗിക്കാൻ കഴിയുന്നത് അവൻ കർത്താവിന്റെ ഭൂമിയിൽ തികവുള്ള ഒരു അമ്പായി എപ്പോ മാറുമോ അപ്പോഴാണ് ദൈവം അവനെ ദൈവത്തിന്റെ ഇച്ഛപ്രകാരം ഉപയോഗിക്കപ്പെടുന്നത്. സ്വതന്ത്രം. അതിലൊരു മനുഷ്യനാണ് ഓനസീമോസ്. മറന്നു പോകരുത്, ഓനസീമോസ് ആണ് താൻ തടവറയിലായിരുന്നപ്പോൾ ആമേൻ ജനിപ്പിച്ച മകൻ. ആര് തടവറയിലായിരുന്നപ്പോ? ആരാ? പൗലൂസ്. മറന്നു പോകരുത്. സ്വതന്ത്രം. എന്നാൽ നോക്കൂ, അതേ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ തന്നെ റോമർക്കെഴുതിയ ലേഖനം 16-ാമത്തെ അധ്യായം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോ അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ ഒരു വാക്കൂടെ പൗലൂസ് വ്യക്തമായിട്ട് പറയുന്നത് 16:5. ഒന്ന് വായിച്ചേ. റോമർ 16:5. അവരുടെ വീട്ടിലെ സഭയായും വന്ദനം ചെയ്യുവിൻ. ആസിയിൽ ക്രിസ്തുവിന് ആദ്യഫലമായി എനിക്ക് പ്രിയനായ എപ്പൈനൈത്തോസിന് വന്ദനം ചെല്ലുവിൻ. അപ്പോ എവിടെയെല്ലാം ആർക്കെല്ലാം വന്ദനം ചെയ്യണമെന്ന് ഇവിടെ പൗലൂസ് വ്യക്തമായിട്ട് റോമർക്ക് ലേഖനം എഴുതി അവസാനിപ്പിക്കുന്ന സമയത്തിന് തൊട്ടു മുൻപ് പൗലൂസ് പറയുകയാണ്, എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യണം? വന്ദനം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ അഭിഷക്തന്മാർ കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം എന്ന് പറയുമ്പോ പലരും ആമേൻ വന്ദനം പറയാതിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അവർക്ക് എന്തില്ല? ഗുരുത്വമില്ല. പ്രൈസ് ദി ലോർഡ് എന്നാണ് അതിന്റെ സത്യം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഏകദേശം 1-2 വർഷം മുമ്പ് എന്നെ പഠിപ്പിച്ച ടീച്ചറിനെ ഞാൻ റോട്ടി വെച്ച് കാണുമ്പോൾ ഓടിച്ചെന്ന് ഞാന് കൈ കൂപ്പി നിന്നപ്പോ അവരെന്നെ ഒന്ന് നോക്കി. ആള് മനസ്സിലാവത്തില്ലെന്നേ. കാരണം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്ന അഭിഷക്തന്മാര് വേദിയിൽ വരുമ്പോ നമ്മൾ ഒന്ന് എണീറ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആമേൻ ഒന്ന് വന്ദനം ചെയ്യുമ്പോ നമ്മൾ വന്ദനം ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയുടെ തുടക്കമാണ്. ആമേൻ വന്ദനം എന്ന് പറയുന്നത് മറന്നു പോകരുത്. സ്തോത്രം. നമുക്കറിയാം പുസ്തകം ഗായോസിന് വന്ദനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഇടത്തൊക്കെ നമ്മൾ വായിക്കുന്നു. എന്നാൽ നമ്മൾ തിരിച്ചു മടങ്ങി വരാം. നമ്മൾ എഴുതി നിർത്തിയ ഭാഗമുണ്ട്. ആമേൻ സ്തോത്രം. 15-16 വാക്യം നമ്മൾ എഴുതി നിർത്തി, പ്രധാന വാക്യങ്ങൾ. അപ്പോൾ തന്നെ
ആമേൻ, സ്തോത്രം. ഇതിന്റെ പ്രധാനമായ ഈ പുസ്തകത്തിന്റെ പ്രധാനമായ ഹെഡിങ് എന്ന് പറയുന്നത് എന്താണ്? നിരപ്പ്. നിരപ്പ് ആണ് ഇതിന്റെ ഹെഡിങ്. ആമേൻ. അതിന്റെ വാക്യം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏതാ? 13-ാമത്തെ വാക്യമാണ്. സുവിശേഷം നിമിത്തമുള്ള തടവിൽ. അതാണ് നമ്മൾ താഴോട്ട് എഴുതി നിർത്തിയത്. ഇനി സ്ഥിതി വിവര കണക്കുകൾ ഈ പുസ്തകത്തിലെ. ഇത് എത്രാമത്തെ പുസ്തകം എന്നറിയാമോ? സത്യവേദ പുസ്തകത്തിലെ 57-ാമത്തെ പുസ്തകം. 57-ാമത്തെ പുസ്തകം. അധ്യായം 1, വാക്യങ്ങൾ 25. ചോദ്യം 1. പ്രവചനങ്ങൾ ഇല്ല. പ്രവചനങ്ങളില്ലാത്ത പുസ്തകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിൽ വരും. പ്രവചനങ്ങൾ ഇല്ലാത്ത പുസ്തകങ്ങൾ എന്ന് പറയുമ്പോ പുസ്തകങ്ങൾ ഉള്ള കൂട്ടത്തിൽ ഒരു പുസ്തകമാണ് ഏതാ? ഫിലെമോന്റെ ലേഖനം. ഇതില് പ്രവചനങ്ങളില്ല. ഇതിലുള്ളതെല്ലാം ആജ്ഞകളാണ്. ഇതെന്താണുള്ളത്? ആജ്ഞകൾ. ഇത് നീ പാലിക്കണം, ഇങ്ങനെ നീ പോകണം എന്നുള്ളതാണ് ഇതിനകത്ത് ചില ഭാഗങ്ങൾ പഠിക്കുന്നു. നോക്കിയേ, ഈ പുസ്തകത്തിന്റെ അടുത്തൊരു വാക്യത്തിലേക്ക് വരാം. അതിന്റെ പ്രൈസ് ദി ലോർഡ് 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 3-ാമത്തെ വാക്യം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ അവിടെ വായിക്കുന്നത് എന്താണ്? നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും എന്തുണ്ടാകണം? കൃപയും സമാധാനവും ഉണ്ടാകണം എന്നവിടെ പറഞ്ഞ് നിർത്തുമ്പോൾ തന്നെ അതിന്റെ മുകളിലോട്ട് നമ്മൾ ചിന്തിക്കുമ്പോ റോമർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുമ്പോൾ പൗലൂസ് പറയുന്ന ഒരു ദൂത് അതിനകത്ത് ഉണ്ട്. 1-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പൗലൂസിന് എല്ലാ ലേഖനങ്ങളും നോക്കുമ്പോ ഒന്നിനോടൊന്ന് കണക്റ്റിംഗ്. ഒരിക്കലും താൻ പുതിയ നിയമത്തിൽ നിന്ന് അല്ലെങ്കിൽ ലേഖനങ്ങളിൽ നിന്ന് വേറെ പഴയ നിയമത്തിലേക്ക് പോകുന്നതായി നമ്മൾ കാണുന്നില്ല. അപ്പോൾ തന്നെ ലേഖനങ്ങൾക്കകത്ത് നിന്ന് അതിൻ്റെതായ സൂചന എന്നറിയാമോ? ഒരു വ്യക്തി ശുശ്രൂഷയിൽ തികവുള്ളവനായി തീരുമ്പോൾ ഏത് വാക്യമാണ്, ഏത് അധ്യായമാണോ താൻ മെസ്സേജിൽ എടുക്കുന്ന കുറിവാക്യം, ആ വാക്യത്തിന് അകത്ത് നിന്ന് തന്നെ മെസ്സേജ് പറയണം. നമുക്ക് നോക്കൂ, പൗലൂസിന്റെ അധ്യായങ്ങൾ നമ്മൾ നോക്കൂ, ലേഖനങ്ങൾ നോക്കൂ, ഏത് അധ്യായങ്ങൾ നമ്മൾ എടുത്താലും താൻ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആമേൻ സുവിശേഷത്തെ അതിന്റെ ഭംഗിക്ക് പറഞ്ഞു കൊടുത്ത് ഒറ്റ വാക്കിൽ തന്നെ ജനങ്ങൾ മുട്ടുമടക്കും. പ്രൈസ് ദി ലോർഡ്. അതല്ലേ തടവിൽ കിടന്ന വൃദ്ധനായി കിടന്നെങ്കിലും തന്റെ ആമേൻ ആ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ദർശനപ്രകാരമാണ് ഓനസിമോസിനെ ലെറ്റർ മുഖാന്തരം രക്ഷിക്കപ്പെടുത്തുന്നത്. നമ്മൾ വീട്ടിലിരിക്കുന്നല്ലോ, ഒരു ഫോൺ കോളിൽ കൂടെ തന്നെ നമുക്ക് എത്രയോ പേരെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ കഴിയും. ഒരു മെസ്സേജിൽ കൂടെ എത്രയോ പേരെ നമുക്ക് യേശുവിലേക്ക് ആമേൻ അടുപ്പിക്കാൻ കഴിയുമെന്ന് അറിയാമോ? പക്ഷെ നമ്മൾ അതിനൊന്നും തയ്യാറാകുന്നില്ല എന്ന് സത്യമാണ്. പക്ഷെ ഇന്ന് രാത്രി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആമേൻ, സ്തോത്രം. ആമേൻ. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ജോലി സ്ഥലത്താകട്ടെ, അവിടെയും നമുക്ക് സുവിശേഷം പറയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഏത് ഭാഗം നമ്മൾ നോക്കിയാലും നമുക്ക് ദൈവത്തിന്റെ വചനം ഭംഗിയായി പറയാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ പല തൊഴിലവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനകത്തിരിക്കുന്ന ജോലിയുള്ളവരാണ്, ജോലി ഇല്ലാത്തവരുണ്ട്. നിങ്ങൾക്ക് മുമ്പിലും നിങ്ങൾക്ക് പിൻപിലും ഒക്കെ ഒത്തിരി പേര് വന്നുകൂടും. പക്ഷെ അവരുടെ മുമ്പിലും ഏതെല്ലാം വാക്കുകൾ ഉരുവിട്ട് അവർ വന്നാലും
നമ്മൾ നിർത്തേണ്ട എവിടെയെന്നറിയാമോ? സുവിശേഷത്തിൽ കൊണ്ട് നിർത്തണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്തൊക്കെ നമ്മൾ അവരെ പറഞ്ഞു വന്നാലും ലാസ്റ്റ് കൊണ്ട് നിർത്തേണ്ട എവിടെയെന്നറിയാമോ? സുവിശേഷത്തിൽ കൊണ്ട് നിർത്തണം. അവിടെയാണ് രക്ഷയുടെ ദൂത് ഉളവായി വരുന്നത്. അതാണ് പൗലൂസ് പലപ്പോഴും ലേഖനങ്ങൾ വിട്ട് ഒരിടത്തോട്ടും പോകാതെ അതിനകത്ത് നിൽക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അല്പം നേരത്തെ നമ്മൾ ചിന്തിച്ച ഒരു ഭാഗമാണ് റോമർ 8:15. 15, 16 നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്. എന്താ ചിന്തിച്ചത്? ആത്മാവ്, പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ നമ്മൾ പ്രാപിച്ച ആത്മാവ് ഏതാണ്? ദാസ്യത്തിന്റെ ആത്മാവാണോ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്? നമ്മൾ പ്രാപിച്ച ഏത് ആത്മാവാണ്? അപ്പൊ ആത്മാവിന്റെ അകത്ത് നമ്മൾ ആരാ? ആത്മാവിൽ ജീവിക്കുന്നവർ എവിടെയാ? പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഏത് സമയത്തും ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിൽക്കാൻ കഴിയണം എന്ന് ആമേൻ പൗലൂസ് നമുക്ക് അവിടെ പറഞ്ഞു തരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കിക്കേ, അടുത്ത് പറഞ്ഞാ അവന് കരുണ ആമേൻ ഉണ്ടാകുന്നവരോട് അവൻ എന്ത് ചെയ്യും? കരുണ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്, ഓനസിമോസിനെ പലപ്പോഴും പല ലെറ്ററിൽ കൂടെയാണ് പൗലൂസ് ഈ ഓനസിമോസിനെ കർത്താവിലേക്ക് കൊണ്ടുവരുന്നത്. നോക്കിക്കേ, നമുക്കവിടെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അതിന്റെ 11ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോ നോക്കിയേ, ഇപ്പോൾ പൗലൂസിനും ആമേൻ ഫിലമോനും ആമേൻ പ്രയോജനമുള്ള ശിഷ്യൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് പറയും? ആരെന്ന് പറയും? ഓനസിമോസ്. ഓനസിമോസ് ആർക്ക്? പൗലൂസിനും ഫിലമോനും ഉള്ള ഏറ്റവും പ്രയോജനമുള്ള. നിങ്ങൾ അടിവരട്ട് സൂക്ഷിച്ചോ. 11ാമത്തെ വാക്യത്തിൽ പൗലൂസ് വ്യക്തമായി പറയാം, നിങ്ങൾ സൂക്ഷിച്ച് എഴുതിക്കോ, ഈ ഒറ്റ ആളെ ഉള്ളൂ ഓനസിമോസ്. അപ്പൊ ഈ പുസ്തകം എഴുതുന്നത് ഫിലമോൻ ആണെങ്കിലും അതിനകത്ത് ഈ പുസ്തകത്തിൽ കൂടെ ജനിപ്പിച്ച ഒരു മനുഷ്യനാണ് ആരാ? ഓനസിമോസ്. ആമേൻ. അപ്പൊ 11ാമത്തെ വാക്യത്തിൽ മനസ്സിലായി, ഓനസിമോസ് ആണ് പ്രയോജനമുള്ള ഒരു വ്യക്തി. സ്തോത്രം. ആർക്ക്? കർത്താവിനും പിന്നെ സഭയ്ക്കും പിന്നെ പൗലൂസിനും പിന്നെ ആർക്ക്? ഫിലമോനും പ്രയോജനമുള്ള വ്യക്തിയാണ് ഓനസിമോസ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്കവിടെ 20ാമത്തെ വാക്യം വായിക്കാൻ പറയുന്നത് എന്താ വായിച്ചത്? ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്കുക എന്ന് പൗലൂസ് പറഞ്ഞത് ആരോടാ? ആരോടാ പറഞ്ഞെന്നറിയാമോ? ആമേൻ. പറഞ്ഞത് ഫിലമോനോടാണ് പറയുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കണം. എവിടെ തണുപ്പിക്കണം? ക്രിസ്തുവിൽ. എങ്ങനെ? ഇപ്പോ ഞാൻ പറയട്ടെ, ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയെന്ന് വെച്ചോ, ഇതിനകത്ത് നേഴ്സുമാരൊക്കെ ഇരിപ്പുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയുമ്പോ അപ്പോ അവിടെ ആ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ആ ഒരു നേഴ്സോ അല്ലെങ്കിൽ ആരാകട്ടെ അതിനകത്തേക്കുന്ന അധികാരികൾ പറയും, കുഴപ്പമില്ല, നിങ്ങൾ ആരും പേടിക്കണ്ട. ആമേൻ. ഒരു കുഴപ്പമില്ല കേട്ടോ, നിങ്ങളൊരു ഡ്രിങ്ക്സ് എല്ലാം കൂടി ചായ കുടിച്ചിരിക്കെ, ഒരു കുഴപ്പമില്ല, ഇപ്പൊ ഹാപ്പിയാണ്. ആ ഒരു വാക്കെന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ആ ഒരു വാക്കെന്ന് പറഞ്ഞാൽ അത് മാനുഷ്യമായ വാക്കല്ല, അത് ദൈവികമായ വാക്കായി നമ്മൾ എടുത്തു നോക്കിക്കേ. അതിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര ദൈവപ്രവൃത്തി. ആമേൻ. ഇന്ന് ഞാൻ കേട്ട ഒരു വാക്കാ. ആമേൻ. ആമേൻ. സാറേ, കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടിരുന്നു, പക്ഷേ സാറ് പറഞ്ഞു ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ആമേൻ. പറഞ്ഞങ്ങോട്ട് തീർന്നില്ല. അടുത്ത ഫോൺ താഴെ വെച്ചതും ആ ഒരു കോൾ അത് എന്റെ ജീവിതത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയി. ഞാൻ പറയട്ടെ, നമ്മൾ പറയുന്ന വാക്കുകൾ, ഇപ്പോ ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ചില സങ്കടമേറിയ വാക്ക് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു വാക്ക് ഇതാണ്: ഭാരപ്പെടേണ്ടത് നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. അത്ഭുതം ചെയ്യാൻ, ഇപ്പോൾ ചെയ്യാൻ അവൻ ശക്തനാണ്. നമ്മൾ അനുരഞ്ജന എന്ന കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ചില നാളുകളായി പ്രാർത്ഥിച്ചു. ആമേൻ. ഇന്നലെ രാത്രി ഇന്ന് രാവിലെ കേട്ട വാക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോകുമ്പോ ഞാൻ കണ്ടത് 2 കാലും ഫുൾ ബാൻഡേജ്. ഇത്ര വലുപ്പത്തിന് ഓരോ കാലിൽ ബാൻഡേജ് ഇട്ട് കിടക്കുക. സ്തോത്രം. എന്നാൽ ഇന്നലെ രാത്രി കേട്ട ദൂതും ഇന്ന് രാവിലെ കേട്ട വാർത്തയും, ആമേൻ, ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ 2 കാലിലെയും പ്ലാസ്റ്ററിനെ ഇളക്കി മാറ്റി അവർ വീട്ടിലേക്ക് വിട്ടു. ഇതിന്റെ പിന്നിൽ ആമേൻ പ്രാർത്ഥന എന്ന ശക്തി. കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിൽ പോകുമ്പോ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞോളൂ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം ആമേൻ പൗലൂസിനെ ആമേൻ പ്രൈസ് ദി ലോർഡ് വിടുവിച്ചതുപോലെ പൗലൂസ് മരിച്ചു എന്ന് കണ്ട്
ആമേൻ വലിച്ചെറിഞ്ഞെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു പാടുപോലുമില്ലാതെ ലുസ്ത്രയിൽ പൗലൂസ് ജീവനോടെ എണീറ്റ് അപ്പുറത്തെ ഗ്രാമത്തിൽ നിന്ന് പ്രസംഗിച്ചതുപോലെ ഈ പൈതലിനെയും കർത്താവ് പുറത്തെടുക്കും. ഈ ദൂത് ആമേൻ ആ ഭവനത്തിൽ കിടന്ന് മുഴങ്ങി. ഞാൻ പറയുന്നൊരു കാര്യം മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും നമ്മളൊരു ഭവനത്തിൽ പോകുമ്പോഴോ ഒരു ഒരു ചർച്ചിൽ പോകുമ്പോഴോ ഒരു വ്യക്തിയെ കാണുമ്പോഴോ അവരെ തണുപ്പിക്കുന്ന വാക്ക് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് ഡെലിവറൻസ് കിടക്കും. ഒന്ന്, അവർ ദൈവത്തിലേക്ക് അടുക്കും. രണ്ട്, അവർ മരിക്കാനിരിക്കുന്ന മരണഭയം അവരെ വിട്ടുമാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രണ്ട് കാര്യം ഒരേ സമയത്ത് നടക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ നമ്മൾ വായിച്ചത് 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തണുപ്പിക്കുന്നവനാ. എവിടെ തണുപ്പിക്കുന്നവനാ? ഹൃദയത്തെ തണുപ്പിക്കുന്നവനാ. ഇന്ന് രാത്രി മറന്നു പോകരുത്, ഹൃദയത്തെ തണുപ്പിക്കുന്ന വാക്കുകൾ പറയാൻ നമ്മൾ ഇന്ന് രാത്രി തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത് നമുക്ക് കുറച്ച് ഭാഗം എഴുതേണ്ടതായുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിന്റെ പരമപ്രധാനമായ ഭാഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 13-ാം വാക്യം, സുവിശേഷം നിമിത്തമുള്ള തടവ് എന്നാണ് നമ്മളൊരു ഹെഡിങ് എഴുതിയത്. അടുത്ത് നമുക്കൊരു ഹെഡിങ് എഴുതിയിട്ട് താഴോട്ട് നമുക്ക് ചില കാര്യങ്ങൾ എഴുതേണ്ടതായുണ്ട്. സ്തോത്രം. അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക. ആമേൻ. അതേ പദപ്രയോഗം തന്നെ ഇവിടെ നമുക്ക് ഹെഡിങ് ആയിട്ട് എഴുതാം. അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക. ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ താഴോട്ട് ആ വചനത്തിൽ നിന്ന് തന്നെ ഹെഡിങ് എന്നത് നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസികൾക്ക് ക്രിസ്തു മൂലം ലഭിക്കുന്ന പാപക്ഷമയെ ഫിലമോന്റെ ദൃഷ്ടാന്തത്തിലൂടെ മനോഹരമാം വിധം ചിത്രീകരിക്കുന്നു. ഓനസിമോസിന് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ പൗലൂസിന്റെ കടം കൊടുത്തു തീർക്കുന്ന ഓനസിമോസിനെ ഈ ദൃഷ്ടാന്തത്തിൽ ഓനസിമോസിന്റെ ഫിലമോന്റെ മുൻപാകെ പൗലൂസ് അഭയയാചന ചെയ്തതുപോലെ
ചെയ്തതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു. ഓനസിമോസ് ന്യായപ്രമാണ പ്രകാരം കൃപയാൽ രക്ഷ പ്രാപിക്കുന്നു. 10 മുതൽ 17 വരെയുള്ള വാക്യം. മുതൽ 17 വാക്യം. അടുത്ത ഹെഡിങ് ഫിലോമോന്റെ ലേഖന പശ്ചാത്തലം. ആ 10ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. കണ്ടോ? അപ്പൊ തടവിലായിരിക്കുമ്പോൾ ഒരു അപേക്ഷ എന്ന പോലെ ഒരു ക്ഷണക്കത്താണ് പുറത്തു വരുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പൗലൂസിനെ തടവിൽ നിന്ന് പുറത്തു വിട്ടാൽ അവൻ സഭ സ്ഥാപിക്കും, അനേകരെ സ്നാനപ്പെടുത്തും, മാനസാന്തരപ്പെടുത്തും, മാനസാന്തര സുവിശേഷം പ്രസംഗിക്കും, അടുത്തവ സ്റ്റേജ് ഉണ്ടാക്കും, കൺവെൻഷൻ പ്രസംഗിക്കും, ആൾക്കാരെ കൂട്ടും എന്നുള്ളതെല്ലാം അവിടുത്തെ വ്യക്തികൾക്ക് അറിയാം. പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുന്നത് അവൻ തടവിലായിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഓനസിമോസിന് വേണ്ടി. അപ്പോ തന്റെ മകൻ, ആമേൻ. നമുക്കറിയാം തീമോത്തിയോസിനൊക്കെ ലേഖനം എഴുതി പറഞ്ഞു, എന്താണ്? നിജപുത്രനായ തീമോത്തിയോസ്, അവന് വേണ്ടി. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇത് തന്റെ ആദ്യത്തെ കാരാഗ്രഹവാസമാണ്. ഏതാ? ഈ തടവെന്ന് പറയുന്നത് തന്റെ ഫസ്റ്റിലത്തെ കാരാഗ്രഹവാസമാണ് ഈ തടവ്, അല്ലെങ്കിൽ ഈ ഒരു കാരാഗ്രഹവാസം. നോക്കിക്കേ, ദൈവത്തിന്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിക്ക് എല്ലായ്പ്പോഴും സന്തോഷം കിട്ടണമെന്നില്ല. പൗലൂസിനെ പറ്റി പഠിക്കുമ്പോ തന്റെ വാർദ്ധക്യത്തിനടുത്ത സമയത്താണ് താൻ കാരാഗ്രഹവാസം കൂടുതൽ അനുഭവിച്ചത്. എന്തും അങ്ങനെയാണ് അപ്പനും അമ്മയൊക്കെ അനുഭവിക്കുന്നത്. മക്കളൊക്കെ വലുതായി, അവരെല്ലാം മക്കളായി, അവരെയും മക്കളായ സമയത്താണ് അപ്പനെയും അമ്മയൊക്കെ കാരാഗ്രഹവാസം അനുഭവിക്കുന്നത്. എവിടെയാ? അവരെല്ലാം വൃത്തസദനത്തിലും അവരൊക്കെ ആ വിവിധ തലത്തിലൊക്കെ അവർ ഒറ്റപ്പെട്ടും വഴിയരികിലൊക്കെ ഉപേക്ഷിക്കപ്പെടുന്ന കാരാഗ്രഹവാസമൊക്കെ അവർ അനുഭവിക്കുന്നത് വാർദ്ധക്യ സമയത്താണ്. ഓക്കെ, അടുത്ത് നമ്മൾ എഴുതുന്ന ചില വാക്കുകൾ, എന്നിട്ട് നമുക്ക് 10ാം വാക്യത്തിലേക്ക് താഴോട്ട് നമുക്ക് നോക്കാം. പൗലൂസിന്റെ റോമിലെ 1ാം കാരാഗ്രഹവാസം. പൗലൂസിന്റെ റോമിലെ 1ാം കാരാഗ്രഹവാസം. ആ കാലത്ത് ആയിരിക്കണം പൗലൂസ് ഒരു പുസ്തകത്തിലേക്ക് വരാം. പ്രവൃത്തിയുടെ പുസ്തകം 28, അതിന്റെ 16 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. പ്രവൃത്തി 28, 16 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. 16ാമത്തെ വാക്യം വായിക്കാം. റോമയിൽ എത്തിയ ശേഷം തനിക്ക് കാവലായ
പടയാളിയോടുകൂടി വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. 17 വാക്യം കൂടെ. 3 ദിവസം കഴിഞ്ഞിട്ട് അവൻ യഹൂദന്മാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ചു. അവർ വന്നുകൂടിയപ്പോൾ അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധമൊന്നും ചെയ്തിട്ടില്ലാതിരിക്കെ എന്നെ യെരൂശലേമിൽ നിന്ന് ബദ്ധനായി റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. കണ്ടോ? അപ്പൊ തന്റെ ആദ്യത്തെ കാരാഗ്രഹവാസമാണ് നമ്മളിവിടെ വായിക്കുന്നത്. 28 16 മുതൽ 31 വരെയുള്ള വാക്യം. അടുത്ത തുടർച്ച അങ്ങോട്ട് അപ്പുറത്തോട്ട് നമുക്ക് എഴുതാം. ഫിലമോൻ എന്ന പേരുള്ള ആൾക്ക് വ്യക്തിപരമായ ഒരു എഴുത്ത് എന്ന നിലയിൽ ഈ കാരാഗ്രഹ ലേഖനം പ്രവൃത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. പ്രവൃത്തി 1:9. അപ്പോസ്തലൻ എഴുതിയത് ഫിലമോനിലും ഒന്നാമത്തെ പ്രവൃത്തി പുസ്തകം 1:2, 10, 23, 24. കൊലോസ്യരിലും ബ്രാക്കറ്റ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4:9, 4:9, 10, 12, 14, 17. പറഞ്ഞിരിക്കുന്ന ഒരേ പേരുകൾ സൂചിപ്പിക്കുന്നത് ഫിലമോൻ. കൊലോസ്യരിൽ ജനിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നു എന്നും രണ്ട് ലേഖനങ്ങളും ഒരേ സമയത്ത് എഴുതുകയും നൽകപ്പെടുകയും ചെയ്തു. കൊലോസ്യരിലെ ഒരു സഭാ അംഗവും ആയിരുന്നു. ഫിലമോൻ 1:2, 16. കൊലോസ്യർ 4:17. ഒരു പക്ഷേ പൗലൂസ് മുഖേന അവൻ വിശ്വാസത്തിലായിരുന്നു. അവൻ റോമയിലേക്ക് ഓടിപ്പോയി.
അവിടെ അവൻ പൗലൂസിനെ കണ്ടുമുട്ടുകയും കൊലോസ്യർ 9:13 സോറി, കൊലോസ്യർ 9:13 അല്ല, പ്രവർത്തി 9:13. പൗലൂസിന്റെ സഹപ്രവർത്തകനായ ത്രിക്കല്യോസിനോടൊപ്പം ഓനസിമോസിന് ഈ ലേഖനവുമായി. സാറേ, ആ സെന്റൻസ് ഇച്ചിരി സ്പീഡ് കൂടി പോയല്ലോ സാറേ. ഏതാ പറഞ്ഞോളൂ. ഇപ്പോഴത്തെ ആ പൗലോസിന്റെ സഹപ്രവർത്തകനായ ഓക്കെ പൗലൂസിന്റെ സഹപ്രവർത്തകനായ ത്രിക്കല്യോസിനോടൊപ്പം ഓനസിമോസിനെ ഈ ലേഖനവുമായി പൗലൂസിന് ഇപ്പോൾ തന്നെ അവന്റെ അടുക്കലേക്ക് മടക്കി അയക്കുന്നു. കൊലോസ്യർ 4:7 മുതൽ 9 വരെ. അതൊന്ന് വായിക്കാമോ? കൊലോസ്യർ 4:7 മുതൽ 9 വരെയുള്ള വാക്യം. സ്പീഡ് കൂടി പോണേ. ഏത് ഭാഗമാണ് കിട്ടാത്തെ? അവസാനത്തെ വേദഭാഗം കിട്ടിയില്ലേ? വേദഭാഗം കൊലോസ്യർ 4:7 മുതൽ 9 വരെ. വായിക്കാം. എന്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹവൃത്തിനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് കൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. കണ്ടോ? ഈ ഓനസിമോസിനെ കൊലോസ്യരിലേക്ക് വരുമ്പോ അവൻ വിശ്വസ്തൻ എന്ന് പൗലൂസ് വ്യക്തമായി പറയുക. അവന് വേണ്ടിയാണ് ഈ ലേഖനം പൗലൂസ് എഴുതുന്നത്. ഇപ്പൊ നമ്മളിവിടെ പ്രവർത്തന പുസ്തകം മുതലേ നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്നെ പല ഭാഗങ്ങളിൽ വിശ്വസ്തൻ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ ഒരു വ്യക്തിയായിട്ട് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു ഓനസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടും കൂടെ. കണ്ടോ? അപ്പോ ഓനസിമോസ് എന്ന് പറയുമ്പോൾ അവനെ ജനിപ്പിച്ചത് പൗലൂസ് വചനത്തിൽ കൂടെയാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വചനം പറഞ്ഞ് ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. വചനത്തിൽ കൂടെ ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യവാന്മാർ. അതില് ഒരാളാണ് ഓനസിമോസ്. അപ്പൊ ശ്രദ്ധിക്കണം, പൗലൂസിന്റെ ആദ്യത്തെ കാരാഗ്രഹവാസമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിലാണ് അവൻ ആദ്യത്തെ കാരാഗ്രഹവാസം അവൻ റോമിലെ അനുഭവിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ ഫിലമോന്റെ ലേഖനം അവൻ താൻ എഴുത്തിൽ കൂടെയൊക്കെ പുറത്തുവിടുന്നത്. സ്തോത്രം. ഈ ലേഖനത്തിന്റെ ഉദ്ദേശം, ഏത് ലേഖനത്തിന്റെ? ഈ ഫിലോമോന്റെ ലേഖനത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം.
അപ്പൊ നോക്കുമ്പോ ഈ ലേഖനത്തിൽ നമ്മളിപ്പോ പഠിച്ചു വരുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്നത്, ഈ ഓനസിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവനൊരു അടിമയായ ഒരു മനുഷ്യനായിരുന്നു. അവർ പല ഘട്ടത്തിലും എന്ത് ചെയ്തു, പലയിടത്തു നിന്നും ഓടി ഒളിച്ച ഒരു മനുഷ്യൻ. ഈ പൗലൂസ് അനുഭവിക്കുന്ന കാരാഗ്രഹവാസം പോലെ ഓനസിമോസ് എന്ന ഈ മനുഷ്യൻ പലയിടത്തും അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ ഓനസിമോസ്. അപ്പോ അവന്റെ പുറമെ അല്ല അവൻ പൗലൂസ് കണ്ടത്, അവന്റെ ഹൃദയത്തെയാണ് പൗലൂസ് എന്ത് ചെയ്ത് കണ്ടത്. ശ്രദ്ധിക്കണം, ഇന്ന് മനുഷ്യൻ പുറമേ നോക്കി പല കാര്യങ്ങളും പറയുമ്പോഴും അഹമയെ നോക്കുന്ന, അഹം കാണുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അതൊരു ദൂതാഴ്ച എന്ന് ഞാൻ പറയുക. മനുഷ്യൻ നമ്മെ എവിടെയെങ്കിലും മാറ്റി നിർത്തുന്നു എങ്കിൽ നിന്നിൽ കൂടെ ഒരു ലേഖനം പുറത്തു വരേണ്ട സമയമായി ഓനസിമോസേ എന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്തോത്രം. നിങ്ങൾ ഈ ഇത്രയും പേര് ആമെ കോട്ടക്കെട്ട് നിന്നപ്പോ എനിക്ക് എന്താണ് അവിടെ പറയണമെന്ന് തന്നെ എനിക്കറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒത്തിരി അധ്വാനം, കഠിന അധ്വാനം. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ ഒരു നിലയിലേക്ക് ദൈവം കൊണ്ടുവരുമ്പോ നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം? എന്നാൽ സ്വപ്നം കൊണ്ടൊരു ആൾ കാത്തിരിപ്പുണ്ട്. സ്തോത്രം, ആമേൻ. ഇതിങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള സ്വപ്നം കണ്ട ഒരാൾ ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ സ്വപ്നം കണ്ടതിന്റെ കുറച്ച്, എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ ആയപ്പോഴാണ് ഈ സന്ദേശം അവിടെ എത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കൂ, സ്വപ്നം എന്ന് പറയുന്നത് സാക്ഷാത്കാര, അതല്ലെങ്കിൽ അതിൻ്റെതായ നിലയിൽ നിറവേറത്തക്ക തലത്തിൽ ദൈവം നമ്മെ അതിലേക്ക് കൊണ്ടുവരണം. ഇത് എന്ത് ചെയ്യണം? കണ്ട ദർശനം അത് നിയോഗത്തിലേക്ക് നടത്തുന്നതാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് പ്രാർത്ഥനയിലിരിക്കണം. എങ്കിൽ മാത്രമേ അത് അതിൻ്റെതായ പൂർത്തീകരണത്തിൽ വരാൻ പറ്റൂ. നമുക്ക് എഴുതാം, ഈ ലേഖനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോ അവൻ ഓടിപ്പോയിരുന്ന അടിമയായ ഓനസിമോസിന്റെ പ്രത്യേക പ്രവേശനം പൗലൂസ് ഫിലെമോന് ലേഖനം എഴുതുന്നത് റോമൻ നിയമം അനുസരിച്ച് ഓടിപ്പോയ ഒരു ഓനസിമോസിന് വേണ്ടി പൗലൂസ് ഫിലെമോനോട് മധ്യസ്ഥത ചെയ്യുന്നു. അവൻ പൗലൂസിനെ സ്വീകരിക്കുമായിരുന്നു. അതേ സ്നേഹത്തോടെ ഒരു കൂട്ടുവിശ്വാസവും
എന്ന നിലയിൽ ഓനസീമോസിനെയും കരുണയോടുകൂടി തിരികെ സ്വീകരിക്കുവാൻ അവനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതാരെന്നറിയാമോ? ഓനസീമോസ് അടിമയായിരുന്നവൻ ഓടിപ്പോയവനെ തിരിച്ച് ചേർത്ത് നേടേണ്ടതിന് ഫിലമോന് ലെറ്റർ കൊടുക്കുകയാണ്. അവനെ നീ പോയി തിരിച്ചു മടക്കിക്കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഓടി ഒളിക്കാൻ നോക്കുമ്പോ അവനിൽ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ അവനൊരു സാക്ഷ്യമുണ്ട് എന്ന് കണ്ട് അവനെ തിരിച്ചു മടക്കി വരുത്താൻ ഞാന് ഓമന സിസ്റ്ററോട് ലെറ്റർ കൊടുക്കുകയാണ്. ഇന്ന വ്യക്തിയെ നിങ്ങൾ പോയി കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആരെ കണ്ടുപിടിച്ച്? സെബിനെ കണ്ടുപിടിച്ച് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. അവന് നാളെ ഒരു ശുശ്രൂഷയുണ്ട് എന്ന് പറയുന്നത് പോലെ ഫിലമോനെ അതിനു വേണ്ടി ഒരു മീഡിയേറ്റർ ആയിട്ടാണ് പൗലൂസ് നിർത്തിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവൻ ആരാ? ഇവൻ അടിമയായ ഒരു മനുഷ്യനാണ്. ആമേൻ. ഓനസീമോസ്. പക്ഷേ അവൻ ആരാണ്? കൊലോസ്യർക്ക് എഴുതിയിരിക്കുന്നത് അവൻ വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എക്കാലത്തും വിശ്വസ്തന്മാരെ തേടി വരുന്ന ഒരു ദൈവ സാന്നിധ്യം കൊണ്ട് മറന്നു പോകരുത്. മനുഷ്യൻ നമ്മെ എന്തോ പറയട്ടെ, പക്ഷേ വിശ്വസ്തൻ എന്ന് ദൈവം പറഞ്ഞാൽ അതിനപ്പുറത്ത് വരുന്നതെല്ലാം കാരാഗ്രഹവാസമായിരിക്കാം, വേദനകളായിരിക്കാം, നിന്ദകളായിരിക്കാം. പക്ഷെ സാക്ഷ്യം പറഞ്ഞ ദൈവമാണ് അവൻ വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും നോക്കി ശത്രു കേൾക്കെ ദൈവം സാക്ഷ്യം പറയുന്നു അവൻ വിശ്വസ്തൻ, അവൾ വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ പിന്നെ നോയിക്കോ വരുന്ന വേദനകൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തടവും അല്ലെങ്കിൽ കാരാഗ്രഹവാസവും അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ആ ജീവിത ശൈലിയൊക്കെ ആയിരിക്കും പിന്നിൽ വരുന്ന പ്രൈസ് ദി ലോർഡ് ദിവസങ്ങൾ. അതാണ് ഇവിടെ ഓനസീമോസിന്റെ വന്നത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ. അതിന്റെ 15 നമ്മൾ 10ാമത്തെ വാക്യം വായിച്ചു. സ്തോത്രം. 10ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. അതിന്റെ 11ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാമോ? 11ാമത്തെ വാക്യം. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. കണ്ടോ? മുൻപേ അവൻ എന്തില്ല? ഒരു പ്രയോജനവും ഇല്ല. നമ്മളൊന്ന് ഈ ഇരിക്കുന്ന നമ്മളൊന്ന് ബാക്കിലോട്ട് ചിന്തിച്ചു നോക്കിയേ. ഞാനടക്കം ഞാൻ 27 വർഷം മുമ്പ് ബാക്കിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ ദൈവത്തെ ഒന്നും ഒരു പ്രയോജനമില്ല. പക്ഷെ ദൈവത്തിന് അന്നും ഒരു വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കി. എന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുറച്ചുകൂടെ ബാക്കിലോട്ട് ചിന്തിച്ചു നോക്കിയേ. ഞാൻ മുമ്പേ ദൈവത്തിന് പ്രയോജനമുള്ളവനായിരുന്നോ എന്ന് ചിന്തിച്ചു നോക്കിയേ. ഇല്ല. അല്ലെങ്കിൽ ആണ് എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ ഒരു വിളി കിടപ്പുണ്ട്. അത് നമ്മൾ തെരഞ്ഞെടുക്കണം. ആ വിളി എന്താ? എന്നിലുള്ള വിളി എന്താ? എന്നിൽ ദൈവം വച്ചിരിക്കുന്ന കോളിംഗ്, ദൈവത്തിന്റെ വിളി എന്താണ്? ദൈവത്തിന്റെ കൗണ്ടർ എന്താ? എന്നിൽ കുറിച്ച് ദൈവം എന്താ പരമേൽപ്പിച്ചത്? നിങ്ങൾ ചോദിക്കാറുണ്ടോ? ചോദിക്കണം. ദൈവം എന്നെ പരമേൽപ്പിച്ചത് എന്താ? ഇന്ന് രാത്രി അത് നിങ്ങൾ ചോദിക്കാൻ ബാധ്യസ്ഥരാണ് ദൈവത്തോട്. ദൈവമേ, ഇന്നും ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാ. നിന്നെ അറിഞ്ഞു, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, പക്ഷേ എന്റെ ജീവിതത്തിലെ കഷ്ടതകൾ മാറുന്നില്ല, പ്രതികൂലങ്ങൾ ഏറി വരുന്നു. എന്നെ നീ വിളിച്ചത് എന്തിനു വേണ്ടിയാ? ട്രാക്ട് കൊടുക്കാൻ വേണ്ടിയാണോ വിളിച്ചേ? എന്നെ വിളിച്ച ട്രാക്ട് കൊടുക്കാൻ വേണ്ടിയാണോ? അല്ല, എന്നെ വിളിച്ചത് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണോ? എന്നെ വിളിച്ചത് പരസ്യയോഗം നടത്താൻ വേണ്ടിയാണോ? എന്നെ വിളിച്ചത് സഭാപരിപാലനത്തിന് വേണ്ടിയാണോ? എന്നെ വിളിച്ചത് എന്തിനാ കർത്താവ്? നിന്റെ വിളി എന്താ എന്നിലുള്ള? അത് ഈ ദിവസം നമ്മൾ കണ്ടെത്തണം.
ആമേൻ. അത് എത്താതെ നമ്മൾ മുമ്പിലോട്ട് പോകരുത്. ഓരോരുത്തർക്കും ഓരോ വിളിയാ. 12 ശിഷ്യന്മാർക്കും ഒരു കൃപയല്ല കിട്ടിയത്, 12 കൃപാവരങ്ങളാണ്. ആമേൻ. സകലത്തിനു മേലുള്ള അധികാരം അവർ കൊടുത്തെങ്കിൽ, ആമേൻ, ഈ ഭൂമിയിലുള്ള സകലത്തിന്റെ മേൽ എന്തിനൊക്കെ, പാമ്പിന്റെ മേല്, പിന്നെ തേളിന്റെ മേല്. ഇത് രണ്ടും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. പാമ്പ്, തേള്. പാമ്പ് മുമ്പ് നിന്ന് കൊത്തും, തേള് ബാക്കിൽ നിന്ന് കൊത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പാമ്പ്, തേള്. അടുത്ത് പറയുന്നത് 3 എന്താ? ശത്രുവിന്റെ സകല ബലത്തെയും. ഹല്ലേലൂയ. ശത്രുവിന്റെ സകല ബലത്തെയും. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ച, പാസ്റ്റർ എന്ത് കഴിച്ചു? അപ്പൊ ഞാൻ പറഞ്ഞു, പുട്ട് കഴിച്ചു. പിന്നീന്ന് കുത്തുന്നതല്ലേ? ഞാൻ അങ്ങ് ഒരു സെക്കൻഡ് അങ്ങ് വിട്ടായിരുന്നു. പിന്നീന്ന് കുത്തുന്നതല്ലേ? അപ്പൊ ഞാൻ, ഇതെന്താ പിന്നീന്ന് കുത്തുന്ന പരിപാടി? പിന്നീന്ന് കുത്തുന്ന പരിപാടി. കുറച്ച് സമയം ഒന്ന് റിവൈൻഡ് ആയി വന്നപ്പോഴത്തേക്ക് മനസ്സിലായി, ഈ സാധനം പുറത്തു വരണമെങ്കിൽ പിന്നീന്ന് ഒരു കുത്തു കുത്തും. അപ്പൊ പിന്നീന്ന് കുത്തുന്നല്ലേ? ഒരു ദിവസം ചോദിച്ചു, ക്ലാസ് എന്താ കഴിക്കുന്നത്? ഞാനിത് ഇടിയപ്പം കഴിച്ചു. ഓ, കുരുക്കുള്ളതല്ലേ? അപ്പൊ ഞാൻ കുരുക്കുള്ളതോ? അപ്പൊ നോക്കി, എല്ലാത്തിന്റെ പിന്നിലും ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ പിന്നീന്ന് കുത്തുന്നതാണ് തേള്. അപ്പോ ഈ 2 കാര്യവും പറഞ്ഞിട്ട് പറയുക, നിങ്ങൾ ശത്രുവിന് സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അധികാരം. എന്നിട്ടും ശിഷ്യന്മാർ പകച്ചുപോയല്ലേ? അധികാരം കിട്ടിയിട്ടും പകച്ചുപോയി. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കേണ്ടത്, കർത്താവേ, 2ാം വർഷത്തിലേക്ക് കയറിയിരിക്കുന്നു, എന്നെ കുറിച്ച് വിളി എന്താ? അത് കണ്ടെടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഒരാൾ പറയാ, എന്റെ വിളി എന്ന് പറഞ്ഞാൽ പാസ്റ്ററെ, പള്ളിയുടെ ഫ്രണ്ടും ബാക്കും പള്ളിക്കകം എല്ലാം വൃത്തിയാക്കാനുള്ള വിളിയാ. അത് തന്നെ. ഇതിൽ പരം ഭാഗ്യമല്ല ഉണ്ട്. ജന്നാലുകൾ തുടയ്ക്കാനും, പള്ളിപ്പറമ്പെല്ലാം വൃത്തിയാക്കാനും, പള്ളിയെല്ലാം കഴുകിയിടാനും, ആമേൻ, പൊളിച്ചിടാനല്ല, കഴുകിയിടാനും എല്ലാമാണ് എന്നെ വിളിച്ചത്. ആമേൻ. പൊളിച്ചിടാനല്ല കേട്ടോ, പൊളിക്കുകയും ചെയ്യുന്നു. ഇന്ന് ശ്രദ്ധിക്കണം, പള്ളി ഇപ്പൊ തുടക്കം ഏൽപ്പിച്ചാൽ പൊളിക്കും, പൊളിക്കുക ഏൽപ്പിച്ചാൽ തുടയ്ക്കും. സ്വതന്ത്രം. അപ്പോ പള്ളി തുടയ്ക്കാനാണ് വർഷം. അത് നല്ലതാ. വിളി തെരഞ്ഞെടുപ്പ്. എന്താ വിളി? ഈ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടെത്തണം. ആ വിളി നമ്മൾ കൈക്കലാക്കി കഴിഞ്ഞാൽ ഏറ്റവും ഭയങ്കരമാണ്. ആമേൻ. അപ്പൊ ഞാൻ ചോദിച്ചു, വേറെ ശുശ്രൂഷ? ഇതുവരെ ശുശ്രൂഷ സമാഗമന കൂടാരത്തിൽ പ്രാകാരം മുതൽ വിശുദ്ധ സ്ഥലം, അടുത്ത് അതിപരിശുദ്ധ സ്ഥലം, ഈ 3 കയറാനുള്ള പെർമിഷൻ എനിക്കുണ്ട്. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ഈ 3 ഭാഗവും വൃത്തിയാക്കാനുള്ള പ്രവേശനം എനിക്ക് ലഭിച്ചു. അതാ എന്റെ വിളി. ആമേൻ. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അഹരോന്റെ വടിയുടെ, ആമേൻ, മോശയുടെ വടിയുടെ പുറത്ത് അഹരോന്റെ പേരെഴുതി വെച്ചപ്പോൾ ആ വടി എന്ത് ചെയ്തു? തളിർത്തു എന്ന് പറഞ്ഞു. എന്നാൽ ആ വടി കുറച്ച് നേരത്തേക്ക്, ആമേൻ, മോശയുടെ കയ്യിലിരുന്ന് അത് തറയിട്ട പാമ്പായ വഴിയാ. നോക്കിക്കോ, ഇന്ന് രാത്രി നമ്മളെ കയ്യിൽ ഓരോ വടിയിരിപ്പുണ്ട്. അത് ഏതാണ് എന്നുള്ളത് ഈ ദിവസങ്ങളില് ഒന്ന് താഴേക്ക് ഇട്ട് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതില് ജീവനുണ്ടോ ഈ വടിക്ക്? ആമേൻ. മോശ വരെ പേടിച്ചു, ഈ വടിക്ക് ജീവൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്ന വടികൾ, നിങ്ങളൊക്കെ കരുത്തൊറ്റവരാ, ഭയങ്കര മെസ്സേജ് ഉള്ളവരുണ്ട്. ആമേൻ. പമ്മി ഇരിക്കുകയാണ്. നിങ്ങളൊക്കെ ഭയങ്കര കരുത്തുറ്റവരാ. ഇന്ന് രാത്രി ഞാൻ അത് നിങ്ങളുടെ ശുശ്രൂഷകളൊക്കെ ഞാൻ കണ്ടു. നിങ്ങളുടെയൊക്കെ ആമേൻ ആത്മതീഷ്ണത. ഇന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. നമ്മുടെ ഗ്രാജുവേഷന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ. നമ്മൾ വായിച്ചു വന്ന, നമ്മൾ എഴുതിയത് എന്താണ്? ഈ പുസ്തകത്തിലെ, ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം നമ്മൾ എഴുതി. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഉദ്ദേശം നമ്മൾ എഴുതി അല്ലേ? ഉദ്ദേശം എഴുതി. ആമേൻ. സ്തോത്രം. എന്നാൽ അടുത്തൊരു വാക്യം കൂടി നമുക്ക് ഇതിനകത്തുനിന്ന് വായിക്കാം. സ്തോത്രം. അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 21-ാമത്തെ വാക്യം.
21 വാക്യം. എന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. അപ്പോ ഇവിടെ അടുത്ത 23 24 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് പൗലൂസിന്റെ കൂട്ടുവേലക്കാർ, പൗലൂസിന്റെ കൂട്ടുവേലക്കാർ എന്നാണ് 23 24 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത്. സ്തോത്രം. എന്നാൽ അതിന്റെ 12 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: പൗലൂസിന്റെ പ്രാണപ്രിയൻ ആര് എന്ന് ചോദിച്ചാൽ ഓനസിമോസ്. ആരാണ്? ഓനസിമോസ് ആണ് പൗലൂസിന്റെ പ്രാണപ്രിയൻ. എന്നാൽ 23 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ അവിടെ ഒന്നുകൂടെ പറയുന്നത് ക്രിസ്തുവിൽ എന്റെ സഹബൃദ്ധനും എന്ന് പൗലൂസ് വിശേഷിപ്പിക്കുന്നു. അതാരെന്നറിയാമോ? ഓനസിമോസ്. ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പശ്ചാത്തലം ഓനസിമോസിനെയാണ് ഇതിനകത്ത്. കാരണം അവനെ പൗലൂസ് ചേർത്ത് നിർത്തുകയാണ്. കാരണം ഒരു സമയത്ത് അവൻ നാട് വിട്ടു പോകാൻ അല്ലെങ്കിൽ ഓടിപ്പോയ ഒരു മനുഷ്യനാണ്. അവനെ ചേർത്ത് നിർത്തുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. എന്നാൽ 2 വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ഫിലെമോന്റെ ഭാര്യയുടെ പേരെന്തെന്നറിയാമോ? അബിയ അല്ലേ? ഒന്ന് വായിച്ചേ 2 വാക്യം. ഫിലോമോൻ എന്ന നിനക്ക് സഹോദരിയായ അപ്പിയായിരിക്കും. അത് തന്നെ. അപ്പൊ എന്താണ് ഈ പേര്? നിങ്ങൾ സൂക്ഷിച്ചു വെച്ചേക്കണം കേട്ടോ. ചില പേരുകളൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ വരുവേ. ഒന്ന്, അവൻ പ്രാണപ്രിയനായിരുന്നു. ആരാ? ഓനസിമോസ്. 12 വാക്യത്തിൽ പറയുന്നു അവൻ പ്രാണപ്രിയനായിരുന്നു. എന്നാൽ നോക്കൂ, 2 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ അവിടെ വായിക്കുന്നത് അവന്റെ ഭാര്യയുടെ പേരിനെ പറ്റി അവിടെ കാണുന്നു. എന്നാൽ 4 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ അവിടെ 4 വാക്യത്തിൽ നോക്കുമ്പോൾ തന്നെ ആ കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടു. ആ വാക്യത്തോട് ചേർന്ന് എഫേസ്യർ ലേഖനം 1 അധ്യായം അതിന്റെ 15 വാക്യവും കൊലോസ്യ ലേഖനം 1:4 നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ആമേൻ. വായിക്കാമോ? ആമേൻ. എഫേസ്യർ ലേഖനം 1:15 വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് കൊണ്ടുവരാം. ഒന്ന് വായിച്ചേ. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് അതാണോ അതിന് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതരം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. മതി. 15 വാക്യം നമ്മൾ താഴോട്ട് വായിക്കുമ്പോ ആമേൻ, അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടു. എങ്ങനെ കേട്ടു? അത് നിമിത്തം എന്ന് പറയുമ്പോ തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഴ്ത്തത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോ നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയാ അവിടെ മുദ്രയിട്ടിരിക്കുന്നത്? നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഴ്ത്തത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതാ പറഞ്ഞത് അത് നിമിത്തം. ഏത് നിമിത്തം? മുദ്രയിട്ടത് നിമിത്തം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇവിടെ ഓനസിമോസിനെ മുമ്പേ തന്നെ ദൈവം കണ്ടിരിക്കുന്നു എന്ന തെളിവ് ഒന്നുകൂടെ പൗലൂസ് അവിടെ ഉറപ്പാക്കുകയാണ്.
ചില അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ചില അധ്യായങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ, ശ്രദ്ധിക്കൂ, ഇവിടെ അത് നിമിത്തം എന്ന് പറയുന്നു, സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്ങനെ തരണം? ഒന്ന്, പരിജ്ഞാനത്തിൽ; രണ്ട്, ജ്ഞാനത്തിന്റെയും; മൂന്ന്, വെളിപ്പാടിന്റെയും ആത്മാവ്. ഇപ്പൊ എന്താ വേണ്ടത്? ജ്ഞാനത്തിന്റെ ആത്മാവ് വേണം, പിന്നെ പരിജ്ഞാനത്തിന്റെ വേണം, പിന്നെ വെളിപ്പാടിന്റെ. ഇത് മൂന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോ. ഒന്ന് ഇവിടെ പറഞ്ഞിരുന്നത് ആമേൻ ജ്ഞാനത്തിന്റെ, പിന്നെന്താ അവിടെ പറഞ്ഞത്? പരിജ്ഞാനത്തിന്റെ. ഈ പരിജ്ഞാനം, ജ്ഞാനം, വെളിപ്പാട്. ഒന്ന്, പരിജ്ഞാനം എന്ന് പറയുമ്പോ ഒന്ന്, ജനത്തെ വേർതിരിക്കാതെ കാണുക. പ്രൈസ് ദി ലോർഡ്. ജാതി, മതം, കുലം, വർക്കം, വർണ്ണം എന്ന് പറഞ്ഞ് ചുവന്നവനോ കറുത്തവനോ വെളുത്തവനോ ഒന്ന് കാണാതെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ജ്ഞാനം അല്ലെങ്കിൽ പരിജ്ഞാനം നമുക്ക് വേണം എന്നുള്ള കാര്യം മറന്നുപോകും. രണ്ട്, ജ്ഞാനത്തിന്റെയും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം ജ്ഞാനത്തോടെ, നമ്മുടെ വാക്കുകൾ ജ്ഞാനത്തോടെ ആയിരിക്കണം. വാക്കുകൾ ഇങ്ങനെ ആയിരിക്കണം, ജ്ഞാനത്തോടെ. അതാണ് നിങ്ങൾ പലപ്പോഴും കേൾക്കാറില്ലേ, ആരെ കണ്ടാലും ഞാൻ ഏറ്റവും ശ്രേഷ്ഠകരമായി അവരോട് സംസാരിക്കും. എന്നെക്കാൾ പ്രായമുള്ളവരെ ഞാൻ പിതാവേ എന്ന് വിളിക്കും, മാതാവേ എന്ന് വിളിക്കും, അമ്മ എന്ന് വിളിക്കും, അപ്പ എന്ന് വിളിക്കും. ആമേൻ, സ്തോത്രം. എന്തെന്നറിയാമോ? അത് നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവാത്മാവിന്. പ്രൈസ് ദി ലോർഡ്. അവരുടെ പ്രവൃത്തി കണ്ടല്ല നമ്മൾ അവരെ നോക്കുന്നത്. അവരിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവാണ്. ആ ദൈവത്തിന്റെ ആത്മാവ് അവരിൽ ഉണ്ടെന്ന് അവർക്ക് തിരിച്ചറിയാതിരിക്കുമ്പോൾ അടുത്ത മൂന്നാമത്തതാണ് വെളിപ്പാട്. സ്തോത്രം. മൂന്നാമത്തത് വെളിപ്പാട്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഈ പുസ്തകത്തിലേക്ക് മടങ്ങി വരും. അതാണ് വെളിപ്പാട്. ഒന്ന്, ആദ്യം വേണ്ടതാണ് പരിജ്ഞാനം. രണ്ട്, ജ്ഞാനം. മൂന്ന്, വെളിപ്പാട്. ഇത് മൂന്നും ഒരു ദൈവ പൈതലിനുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും അവർ നിൽക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഏത് വ്യക്തിയെയും ചേർത്ത് പിടിക്കാൻ കഴിയും. ഇത് മൂന്നിലും സമ്പന്നനായ ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. അതാണ് താൻ ഏറ്റവും കൂടുതൽ ജ്ഞാനിയാണ്. ഈടുത്തെ കിടയറ്റ പറയാൻ പോലും വാക്കുകളില്ലാത്ത ലേഖനങ്ങളുടെ ഏറ്റവും രാജാവായിരിക്കുന്ന മനുഷ്യനാണ് ആരാ? അപ്പോസ്തലനായ പൗലോസ്. അനേക ഗമാലിയന്മാരുടെ കാൽക്കീഴിരുന്ന് സത്യവേദ പുസ്തകത്തിന്റെ സകല മർമ്മങ്ങളും പഠിച്ചെടുത്ത വ്യക്തിയാണ്. പക്ഷേ അവനെ ആ പഠനം എല്ലാം ദൈവം പാടെ കളഞ്ഞിട്ട് അവൻ എന്തു കൊടുത്തു? ഒന്ന്, പരിജ്ഞാനം കൊടുത്തു. രണ്ട്, ജ്ഞാനം കൊടുത്തു. മൂന്ന്, വെളിപ്പാട് കൊടുത്തു. ഈ പരിജ്ഞാനം കയറി വന്നപ്പോൾ അവന് വ്യക്തികളെ തിരിച്ചറിയാം. ജ്ഞാനം കയറി വന്നപ്പോൾ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു. വെളിപ്പാട് കയറി വന്നപ്പോൾ ക്രിസ്തുവിൽ ജനിപ്പിക്കാൻ തുടങ്ങി. മനസ്സിലായോ? ആമേൻ. പരിജ്ഞാനവും ജ്ഞാനവും കയറി വന്ന ശേഷം വെളിപ്പാട് വന്നപ്പോഴാണ് ഓനസീമോസിനെ ജനിപ്പിച്ചത്, തീമോത്തിയോസിനെ ജനിപ്പിച്ചത്. 21 ലേഖനങ്ങളെ ജനിപ്പിച്ചെങ്കിൽ പരിജ്ഞാനവും ജ്ഞാനവും വെളിപ്പാടും വേണം. ഇത് നമുക്ക് അത്യാവശ്യമാണ്. ആമേൻ. ഇത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. വെളിപ്പാടുള്ളവന് മാത്രമേ, പരിജ്ഞാനമുള്ളവന് മാത്രമേ, ജ്ഞാനമുള്ളവന് മാത്രമേ ചിലത് ദൈവം ഏൽപ്പിക്കത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മൾ ജ്ഞാനം സമ്പാദിക്കുന്നവരായിരിക്കണം, പരിജ്ഞാനം സമ്പാദിക്കുന്നവരായിരിക്കണം, വെളിപ്പാട് സമ്പാദിക്കുന്നവരായിരിക്കണം. കർത്താവ് ആ തലത്തിലേക്ക് നമ്മെ കൊണ്ടുവരട്ടെ. ആമേൻ എന്ന് ക്രിസ്തുവിൽ പ്രാർത്ഥിക്കുന്നു. കൊലോസ്യർ 1:4 നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അടുത്ത് ഫിലിപ്പിയർ 1:9 നിങ്ങൾ എഴുതിക്കോ. ഫിലിപ്പിയർ 1:9. അടുത്ത് കൊലോസ്യർ 1:10. ആമേൻ. അടുത്ത് 2 കൊരിന്തി 2:3. 2 കൊരിന്തി 1:11. എബ്രായ ലേഖനം 13:19.
ഗലാത്യർ 6:18, കൊലോസ്യർ 4:14, കൊലോസ്യർ 1:7, 1 തീമത്തി 6:2, 3 യോഹന്നാൻ 4, 1 തെസ്സലോനി 2:6, 1 തെസ്സലോനി 3:2. ഇത്രയും വേദ